ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തീർത്ഥാടന പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ജോസ്ഗിരി പള്ളിയുടെ അഭിനന്ദനായ വികാരിച്ചൻ ചാപ്പത്തച്ച അച്ഛനോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിനന്ദ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ തീർത്ഥാടന പദയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷകരെ, തീർത്ഥാടന പദയാത്രയിൽ പങ്കാളികളാകുന്ന തീർത്ഥാടകരെ, നിങ്ങളെല്ലാവരെയും അടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ അഭിമന്യ പിതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഈ പദയാത്രയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസമ്പാദനം എന്നത് ഏറ്റവും വലിയ മുദ്രാവാക്യമായി, ഏറ്റവും വലിയ മൂല്യമായി ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ സമ്പാദിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ സമ്പാദിക്കുക, ദൈവത്തോടൊപ്പമായിരിക്കുക എന്നുള്ള വലിയൊരു ദർശനം. അത് വാക്കുകളിലല്ല. സ്വർഗത്തിൽ നിന്ന് ഈ നിമിഷം അനുസ്മരണ പദയാത്രയിൽ പടങ്ങളേന്തി, ബൈബിളുകളേന്തി, മുദ്രാവാക്യങ്ങളേന്തി പ്രാർത്ഥനാപൂർവ്വം പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറന്ന് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഉണ്ട് എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ധന്യനായതിന്റെ പടികടന്ന് വാഴ്ത്തപ്പെട്ടവനായി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേരുമ്പോൾ 930 കത്തോലിക്ക സഭയോട് പുനരയിക്കപ്പെട്ട് 2030 100 വർഷം ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ വിശുദ്ധ ഇവാനിയോസ് തിരുമേനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ മലങ്കരയിലെ സർവ്വ മക്കൾക്കും ഈ മലങ്കരമായ പ്രാർത്ഥനകളും നമ്മുടെ പ്രായശ്ചിത്തങ്ങളും ഉപവാസങ്ങളും സംഘങ്ങളും ഒക്കെ നന്നായിട്ട് നടക്കട്ടെ. എനിക്ക് മലങ്കര കത്തോലിക്ക സഭയുടെ അടുത്ത് പറഞ്ഞ പോലെ വളരെയധികം അടുത്ത പരിചയമുണ്ട്. ഞാൻ 8-10 വർഷത്തെ കാലത്തോളം കേരളത്തിലെ കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ MCYM KSYM അടക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ രൂപതകളുടെയും ശുശ്രൂഷകരായി ധാരാളം അഭിമന്യരായ വൈദികരോടൊപ്പം വളരെ ഒരുപക്ഷെ അഭിമന്യ ക്രിമീസ് തിരുമി പുനരൈക്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ആരോടാണ് പുനരൈക്യപ്പെട്ടത്? സഭയോടാണ്, ക്രിസ്തുവിനോടാണ്. തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന മുന്തിരി ശാഖകൾ എന്നതുപോലെ കർത്താവിന്റെ കൂട്ടായ്മയോട്, സ്നേഹത്തോടും, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടിയാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. സ്നേഹമുള്ള ഈ പുനരൈക്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക തിരുസഭ എന്ന മഹത്തായ ദൈവിക കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനാൽ അമ്മയും സ്ത്രീകന്മാരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുകളിലത്തെ മുറിയിൽ തട്ടുമുറത്തിരുന്നപ്പോ പ്രാർത്ഥനയിൽ മുഴിയപ്പോൾ ഉരുവായൊരു സഭ, ആ സഭ പ്രാർത്ഥന, പ്രബോധനം, പങ്കുവെക്കൽ, കൂട്ടായ്മ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ പോലും ഇല്ലാത്ത ഒരു അടിസ്ഥാന ക്രൈസ്തവ സമൂഹത്തിന്, ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു പദ്ധതികൾക്കും ഒരു ഉയർന്നു പോലും സംഭവിക്കാത്ത വിധത്തിൽ ഒരാൾ പോലും ഇല്ലാത്തൊരു സമൂഹത്തിന്റെ, ആദർശ സമൂഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു വലിയ കൂട്ടായ്മയോടെയാണ് നമ്മളെല്ലാവരും ഒന്ന് ചേർന്നിരിക്കുന്നത്. ഈ വീണ്ടും വീണ്ടും ദൈവത്തോട്, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും നാം ഐക്യപ്പെടുന്നു. കുടുംബത്തിൽ ദൈവം യോജിപ്പിച്ച കുടുംബത്തിൽ ഐക്യപ്പെടുന്നു, ദൈവം ചേർത്ത സഭയിൽ ഐക്യപ്പെടുന്നു, സമൂഹത്തിൽ ഐക്യപ്പെടുന്നു. ഈ ഒരു ഐക്യത്തിന്റെ ഘോഷയാത്രയാകട്ടെ ഈ പദയാത്ര. നാം എടുത്തു വെക്കുന്ന ഓരോ പദങ്ങളും കർത്താവിന്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോസ്ഗിരിയിൽ സമാപിക്കുമ്പോ കർത്താവ് കൂടെയുണ്ട്. അവൻ എന്നോട് ചേർന്നിരിക്കുന്നു, ഞാൻ അവനോട് ചേർന്നിരിക്കുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്നുള്ള പ്രത്യാശ, ധാരാളം പ്രത്യാശ ദൈവം തന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മിലേക്ക് ചൊരിഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ ഈ തീർത്ഥാടനം വഴി ധന്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അഭിനന്ദരായ വൈദികരുടെയും സമർപ്പിതരുടെയും നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങളോടും പ്രാർത്ഥനയോടും കൂടി ഈ തീർത്ഥാടന പദയാത്ര ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ദൈവനാമത്തിൽ എളിമയോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ ഞങ്ങൾക്കത് ഊർജമായി, ശക്തിയായി, മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തായി അച്ഛ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. MCA, മാതൃജ്യോതിസ്, MCYM, മറ്റ് സംഘടനാ ഭാരവാഹികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഭയുടെ അഭിമാനവും മലങ്കരയുടെ നവോത്ഥാന നായകനുമായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ 73ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നാം എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഭാരത ന്യൂമാൻ, മലങ്കര സഭയുടെ അപ്പോസ്തലൻ, അങ്ങനെ ഒത്തിരി അപരനാമങ്ങളിലാണ് പിതാവ് അറിയപ്പെടുന്നത്.
നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ കൂനിൽ കുരിശ് സത്യത്തോടുകൂടി പിളർപ്പുകളും എതിർപ്പുകളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പിതാവ് ജീവിച്ചിരുന്നത്. പിന്നീട് ആഗോള കത്തോലിക്ക സഭയിലേക്ക് അദ്ദേഹം എല്ലാവരും ആഹ്വാനം ചെയ്തു. 1913 സെറാംപൂരിലേക്ക് അദ്ദേഹം പോകുന്നത്. പിന്നീട് 6 വർഷം അവിടെ സേവനം അനുഷ്ഠിച്ച ശേഷം 6 വർഷത്തിനിപ്പുറം 1919 550 പേരിൽ തുടങ്ങിയ മലങ്കര സഭ ഇന്ന് 5 ലക്ഷത്തിൽ പരം ദൈവവിശ്വാസികളായി ഇന്ന് രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇനി നമ്മുടെ ഊഴമാണ്. മാറിവാനിയോ ആശ്രിതവത്സലനേ പരിശുദ്ധ താദാ പാവനനാം ഗുരുവേ കരുണാവാരിധിയാ പുനരൈക്യതാദാ മാർഗീവാനിയോസ് ഞങ്ങളെ ഓർക്കണമേ. ബധനിതൻ കോകിലമേ ബധനിയാൽ ജയിച്ചവനേ താപസ ശ്രേഷ്ഠ ഗുരോ മാറിവാനിയോ കരിനിഴൽ മാറ്റിടുവാ പുനരൈക്യദീപവുമാ സന്ദേശവാഹകനായി മാറിവാനിയോ ആപത്തുകൾ മൂലം അലയുന്നോർക്കെല്ലാം ആശ്രയമേ ശുദ്ധൻ മാറിവാനിയോ ധന്യൻ പരിശുദ്ധ മാറിവാനിയോ നിൻ പ്രാർത്ഥനയെന്നും ഞങ്ങൾക്കാലംബം. ത്യാഗത്തിൻ ഗുരുവേ സ്നേഹത്തിൻ ഇടയാ നിൻ തിരുസന്നിധിയിൽ അണയുന്നീ മക്കൾ എന്നാളും സ്മരണ വാഴട്ടെ നീണാൾ മാറിവാനി
നാട്ടിൽ നിന്നും പട്ടം വരെ നമ്മൾ പോകുകയാണല്ലോ. ഇടയാ നിൻ വഴിയേ മാറിവാനിയോ ആശ്രിതവത്സലനേ പരിശുദ്ധ താദാ പാവനനാം ഗുരുവേ. സാനുവിൽ പൂത്തുലഞ്ഞതാ പുണ്യശ്ലോകനാ മാറിവാനിയോ തീർത്ഥയാത്രയിൽ പാത കാട്ടിയ ദൈവദാസനാ മാറിവാനിയോ സഭയിൻ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ. മലങ്കര സഭയിൻ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ. പുണ്യസാനുവിൽ പൂത്തുലഞ്ഞതാ പുണ്യശ്ലോകനാ മാറിവാനിയോ ഒരു നാൾ സർവം വെടിഞ്ഞ് ഒരു മലയിറങ്ങി വന്നു നീ. മറുനാൾ പൊരുളെന്നറിഞ്ഞ സഭയിൻ പൊന്മലയേറി നീ. ഒരു നാൾ സർവം വെടിഞ്ഞ് ഒരു മലയിറങ്ങി വന്നു നീ. മറുനാൾ പൊരുളെന്നറിഞ്ഞ സഭയിൻ പൊന്മലയേറി നീ. കരുണാമയനിൽ അഭയം തേടിയ താതനെ ദൃഢമായി പൊരുളാം ഒലിവോടന്നു ചേർത്തു നീ. കരുണാമയനിൽ അഭയം തേടിയ താതനെ ദൃഢമായി പൊരുളാം ഒലിവോടന്നു ചേർത്തു നീ. സാനുവിൽ പൂത്തുലഞ്ഞതാ പുണ്യശ്ലോകനാ മാറിവാനിയോ.
സകലേശൻ ഭവനം പണിതു ദൂരെ ദൂരെ എങ്ങോ പോയതാ ഭുവനം സർവം മെനഞ്ഞു കാത്തിടുന്ന സകലേശൻ ഭരമേൽപ്പിക്കും ദാസനെന്ന പോലെ നീ മഹോന്നതമായിടുമെന്നുമെന്നും നിൻ സ്മരണം ഭരമേൽപ്പിക്കും ദാസനെന്ന പോലെ നീ മഹോന്നതമായിടുമെന്നുമെന്നും നിൻ സ്മരണം പുണ്യസാനുവിൽ പൂത്തുലഞ്ഞതാ പുണ്യശ്ലോകന മാറിവാനിയോ പാവനമാ കബറിൽ വാഴും പാവന ഋഷി സൂരി ദൈവികമാ സുഹൃതം തേടിയിറങ്ങിയ സുരയോഗി മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ മലങ്കര സഭയിൽ മക്കളിവർക്കായി പ്രാർത്ഥിക്കണമേ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഇവാനസ് പിതാവ് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നമ്മളിലുമുണ്ട് എന്നുള്ളത് വിശ്വാസത്തിലെ ഒരു തരിപ്പ് എവിടെയെങ്കിലും നമുക്ക് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ എന്ന് തിരിച്ചറിയണം. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ 3 അനുഭവങ്ങളാണ് മാർ ഇവാനസ് പിതാവിനെ യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിച്ചത്. ഇതിനോട് ചേർന്ന് ഞാൻ എൻ്റെ ഇടവക ഇപ്പോൾ മൂവാറ്റുപുഴ ഭദ്രാസനത്തിലെ കോട്ടയത്തിനടുത്തുള്ള പെരുവ എന്ന ഇടവകയുണ്ട്. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ യഥാർത്ഥ എൻ്റെ ആ ഒരു ചിന്തയിലേക്ക് കടന്നു വരാം. അവിടെ ഞാൻ വികാരിയായിട്ട് വന്നിട്ട് ഇപ്പോൾ 2 മാസമേ ആകുന്നുള്ളൂ. കാനഡയിൽ അവിടെ അംഗത്വമുള്ള അല്ലെങ്കിൽ അവിടെ സിറ്റിസൺ ആയിരിക്കുന്നതായ ഒരു പയ്യൻ, ഒരു 30-35 വയസ്സുള്ള പയ്യൻ, കല്യാണം കഴിച്ചിട്ടില്ല. അവൻ നമ്മുടെ ദേവാലയത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരുന്നു. അപ്പോൾ അവനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, നീ എന്താണ് കാനഡയിൽ എന്തെങ്കിലും ഒരാളാണ്? എൻ്റെ വീട് യഥാർത്ഥത്തിൽ എൻ്റെ കുടുംബം ഓർത്തഡോക്സ് കുടുംബമാണ്. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട്, ആ സഭയിൽ നിന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയും രക്ഷയും ഉണ്ടാകില്ല എന്നത്. കത്തോലിക്ക സഭയിലാണ് യഥാർത്ഥ ജീവരക്ഷ, ആത്മരക്ഷയ്ക്ക് സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പോൾ ഇതിനോട് ചേർത്ത് ഞാൻ കരുതുകയാണ്, ഇവാനിയോസ് എന്നതായ ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട സഭാവിഭാഗത്തിൽപ്പെട്ട ഒരു പിതാവ്, അവൻ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ ശേഷം ശിശുവായിരുന്ന സമയത്ത്, ബാലനായിരുന്ന സമയത്ത് അവൻ്റെ അമ്മയോട് ചേർന്ന് ചിന്തിച്ചതായ ഒരു ചിന്ത, ഇവിടെയാണ് ശാന്തി, ഇവിടെയാണ് സമാധാനം, ഇവിടെയാണ് നന്മ എന്ന് തൻ്റെ അമ്മ പഠിപ്പിച്ചതായ സഭ, അത് കത്തോലിക്ക സഭയുടെ പള്ളിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കത്തോലിക്ക സഭയിലേക്കുള്ള ഇവാനസ് പിതാവിന്റെ ആരംഭം അവിടെയാണ് എന്ന് പല സ്ഥലങ്ങളിലായി പ്രസംഗത്തിലൂടെ ഇവാനസ് പിതാവ് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രസംഗങ്ങളിൽ നിന്നെ നാളെ നയിക്കാൻ പോകുന്നത് നാളത്തെ ജീവിതത്തിൽ നിനക്ക് പ്രത്യാശ നൽകാൻ സാധ്യതയുള്ള ഇടം ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഈ പണിയിൽ ചേരണമെന്ന് പറഞ്ഞതായ ആ ഒരു അനുഭവം മക്കൾക്ക് നൽകാൻ എത്ര മാതാപിതാക്കൾക്ക് സാധിക്കണം. നീ പഠിച്ചു
നാളെ ആയിരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. ആത്മാക്കളുടെ രക്ഷയോട് മാത്രം സഭ നൽകുന്ന ഇളവുകൾ കാണുന്നില്ല. പക്ഷേ ആത്മാർത്ഥമായി ചിന്തിക്കണം. അത് ആരംഭിക്കേണ്ടതല്ല, അതിന് ആക്കം കൂട്ടുന്നത് നിങ്ങളുടെ മക്കളുടെ അവരെ വളർത്തുമ്പോൾ വിശ്വാസത്തിൽ നാളത്തേക്ക് വളർത്താനുള്ളതായ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം കൂടെ ഈ സമയത്ത് നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് മാനവീയന്റെ ജീവിതത്തിലെ അനുഭവം പോലെ അമ്മ നൽകിയ ദിശാബോധം ഒരു കുഞ്ഞിന്റെ മാമോദീസയുടെ സമയം മുതലേ അല്ലെങ്കിൽ ജനനം മുതലേ അവർക്ക് കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളെയും വിശ്വാസത്തിൽ നിലനിർത്താനുള്ള എല്ലാ സാധ്യതകളെയും എവിടെയാണ് എന്നെ രക്ഷിക്കുന്നതായ സഭയുള്ളത് അവിടേക്ക് അവരെ ചേർക്കാനും അതിലേക്ക് അവരെ പരിശീലിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാകുന്നതിൽ വീട്ടിലിരിക്കരുത്, പള്ളി കൊണ്ടുവരണം. എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമേ ദൈവസമ്മാനത്തിന് അർഹരാകുകയുള്ളൂ. കഥാവ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം തന്നെ അത് തന്നെയാണ് സുവിശേഷം. ഞാൻ വേദനിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറി, ഞാൻ വിഷമപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറി, ഞാൻ നന്മരാകുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിച്ചു. ഇതാണ് സുവിശേഷം. അപ്പോൾ ദൈവസമ്മാനം എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്തതിലൂടെയാണ്, വെറുതെ പാപം ചെയ്യാതിരിക്കുന്നതിലല്ല. പ്രിയപ്പെട്ടവരെ, ദൈവ സേവനമല്ല, ദൈവസേവനം ആവശ്യമാണ്. ദൈവസേവനത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് സുവിശേഷം പ്രതികരിക്കുന്ന ദൈവസമ്മാനം. പ്രിയമുള്ളവരെ, അതിലുള്ള ഒരു മാർഗമാണ് സ്വയം കഴിയുക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. പിതാവിന്റെ കൈകാലിൽ എഴുതപ്പെട്ട പ്രാർത്ഥനയെന്നാണ് സ്തോത്ര പ്രാർത്ഥന അറിയിക്കുന്നത്. സ്തോത്ര പ്രാർത്ഥന അറിയാമല്ലേ? ഇപ്പൊ എന്നെ സ്തോത്ര പ്രാർത്ഥന യഥാർത്ഥ സഭയിലേക്ക് തൻ്റെ പൈതൃകം നഷ്ടപ്പെട്ടു പോയതായ ആ സഭയെ തിരിച്ച് മലങ്കര സഭയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം, മലങ്കര സഭയിലെ ആത്മീയമായ നഷ്ടം നികത്താനായി തന്നെ സമർപ്പിച്ച് സഭയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്ന മാറിവാനിയോസ് പിതാവ്. മാറിവാനിയോ ആശ്രിതവത്സലനേ, പരിശുദ്ധ താതാ, പാവനനാം ഗുരു